ഹലോ, എന്താ ഇവിടെ ആരുമില്ല? അപ്പം നിങ്ങൾ ഇവിടെ ഉള്ളതല്ലേ? അതെന്തിനാ നിങ്ങളറിയുന്നേ? നിങ്ങൾ പോയേ? ഞാൻ പുസ്തകങ്ങൾ നടന്നു നിൽക്കുന്നൊരു സെയിൽസ്മാനാണ്. നിങ്ങളൊരു പുസ്തകം നോക്കുമോ? എനിക്ക് നിങ്ങളെ പുസ്തകമൊന്നും വേണ്ട, നിങ്ങളൊന്ന് പോയേ. അല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, വാങ്ങിക്കണ്ട. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാനൊരു തള്ളുകളിയാ, നിങ്ങൾ തെറിച്ചു വീഴും കേട്ടോ. കതൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം. എനിക്കതിനൊക്കെ പറ്റും. ഓക്കെ, പുസ്തകം വാങ്ങിക്കണ്ട. ഒരു ഗ്ലാസ് വെള്ളം തരുമോ? ഇവിടെ വെള്ളമൊന്നുമില്ല, നിങ്ങളൊന്ന് പോയേ. വെള്ളമില്ലാത്ത വീട്, ഒരു ഗ്ലാസ് വെള്ളം. നിങ്ങളെന്തിനാ അകത്തേക്ക് കയറി വന്നത്? നിങ്ങളുടെ അകത്ത് കയറാൻ പറഞ്ഞേ. വെള്ളം കുടിച്ചിട്ട് വേഗം പോയേ. ആ, വെള്ളം കുടിച്ചില്ലേ? ഇനി നിങ്ങൾ പോയിക്കോ. ചിലപ്പോൾ കാറ്റ് കൊണ്ടിരിക്കാൻ തോന്നിയാലോ. ഞാൻ കാറ്റ് കൊള്ളാനൊന്നും പോകുന്നില്ല. നിങ്ങൾ എൻ്റെ ഒരു പുസ്തകം എടുക്കും. പുസ്തകം? എനിക്കോ? ഇതൊക്കെ ഞാൻ വായിച്ച പുസ്തകങ്ങളാണ്. ഇത് അത്തരത്തിലുള്ളൊരു പുസ്തകമല്ല. നിങ്ങളിതൊരു വായിക്കാത്തൊരു പുസ്തകമായിരിക്കും. നിങ്ങളെന്തൊരു പ്രശ്നത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പുസ്തകം നിങ്ങൾക്കൊരു സൊല്യൂഷനായിരിക്കും. എല്ലാത്തിനും സൊല്യൂഷനോ? ഈ പുസ്തകം ശ്വസനക്രിയ യോഗ വല്ലതാണോ? അല്ലല്ല, 45 ദിവസം കൊണ്ട് ജീവിതം വിജയമാക്കുന്ന ഒരു പുസ്തകമാണ്. 45 ദിവസം കൊണ്ട് ശരിയാകാനുള്ള പുസ്തകം? 45 വർഷം കൊണ്ടായില്ല, 45 ദിവസം. നിങ്ങളിങ്ങനെ തമാശ പറഞ്ഞെന്നെ ചിരിപ്പിക്കല്ലേ. അല്ലെങ്കിൽ ഈ തടിയന്മാരൊക്കെ ഇങ്ങനെ വലിയ തമാശക്കാരാ. എന്നെ തടിയാന്ന് വിളിക്കരുത്. നിങ്ങളെന്താ ചെയ്യുന്നത്? വീട്ടിൽ കയറി വന്ന് വെള്ളവും കുടിച്ചിട്ട് എന്നെ തടിയാന്ന് വിളിക്കുന്നു. തടിയെന്ന് വിളിച്ചാൽ എന്താ? നിങ്ങൾ തടിയനല്ലേ? ഒരു ഗമയല്ലേ? അല്ല, എന്നെ അങ്ങനെ വിളിക്കണ്ട. എല്ലാവരും എന്നെ അങ്ങനെ വിളിച്ചിരുന്നത്. ഇനി അങ്ങനെ വിളിക്കണ്ട. നിങ്ങൾ വെള്ളം കുടിച്ചില്ലേ? പോ. മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ഇങ്ങനെ കടന്നു കയറരുത്. നിങ്ങൾ ദയവായിട്ട് പോകൂ. ഞാനിവിടെ താമസിക്കാൻ വന്നതാണ്. എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊടുത്തരും. നിങ്ങളെന്താ കാണിക്കുന്നത്? നിങ്ങളാരെ ഇരിക്കാൻ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ കയറിയിരുന്നത്? വെള്ളം കുടിച്ച് വേണ്ട പോയെ. ബഹളം വെക്കാതെ അടിയാ. നിങ്ങൾ തിരക്കിലാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇരിക്കി, ഞാൻ പറയട്ടെ. നിങ്ങളുള്ള പറയാം തടിയാന്ന് വിളിക്കരുത്. വീട്ടിൽ കയറിയിരുന്ന് വെള്ളവും വാങ്ങി കുടിച്ച് തടിയാന്ന് വിളിക്കുന്നോ?
എനിക്കൊരു പേരുണ്ട്. ഒരു പേരിലെന്തിരിക്കുന്നു? പേരുകളൊക്കെ മാറിപ്പോവില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങളൊരു തടിയനാണ്. തടിയൻ മാത്രമാണ്. അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. എന്നെ അങ്ങനെ വിളിക്കണ്ട. ചൂടാവല്ലേ? നിങ്ങളിരിക്കും, ഞാൻ പറയട്ടെ. നിങ്ങളൊരു തടിയൻ മാത്രമല്ല, ഒരു പൊട്ടനും കൂടിയാണ്. എന്നെ അങ്ങനെ വിളിക്കരുതല്ലോ പറഞ്ഞു. എങ്ങനെ? തടിയനെന്നോ പൊട്ടനെന്നോ? രണ്ടും. നിങ്ങളൊരു തടിയനാണല്ലോ. തടിയനൊക്കെ തന്നെയാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതെന്താ? അതെന്തിനാ നിങ്ങളറിയുന്നേ? നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയേ. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ കഥ മുഴുവനും പറയും. പിന്നീട് എപ്പോഴാണ് മനസ്സിലായത് തടിയിലല്ല കാര്യമൊന്നും? കഥയൊന്നുമില്ല, കാര്യം തന്നെയാണ്. ശരി ശരി, കഥയല്ല കാര്യമാണ്, പറയും. എൻ്റെ പെണ്ണ് അവൾ ഒരുത്തനോടൊപ്പം ഒളിച്ചോടിപ്പോയി. ചിരിക്കണ്ട. എന്താ ചിരിച്ച? ചിരിക്കാനുള്ളതുണ്ടല്ലോ. ചിരിക്കണ്ട. അത് ചിലപ്പോൾ വാള് പോലെയാ, നെഞ്ചിലേക്ക് അങ്ങനെ കുത്തിക്കയറും. ചിരിക്കണ്ട. എന്നാലും ചിരിക്കാം. എനിക്ക് ചിരി വന്നു, ഞാൻ ചിരിച്ചു. നിനക്ക് ചിരി വരുമ്പോൾ ഒന്ന് ചിരിക്കും. അവനവന് വേണ്ടി ചിരിക്കാം. അവനവന് വേണ്ടിയാവണം ചിരി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒരു ഗുമസ്തനല്ലേ? ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും പറയാനും നിന്നെപ്പോലൊരു ഗുമസ്തനെ പറ്റും. ഞാൻ ഗുമസ്തൻ മാത്രമൊന്നുമല്ല. അതെനിക്കറിയാം. എന്തറിയാം? നീ ഒരു ഗുമസ്ത മാത്രമല്ല, ഒരു തടിയനും പൊട്ടനും കൂടിയാണെന്ന്. അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, കുറേ പൊട്ടന്മാർക്കിടയിൽ ഒരാൾ.
നിങ്ങൾക്കെന്നെ അറിയില്ല. മാടമ്പിത്തറയിൽ കണ്ണപ്പക്കുറുപ്പിന്റെ മോനാ ഞാൻ. രാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിച്ച നായരാ എൻ്റെ അപ്പൂപ്പൻ. ദാ ഇത് കൊണ്ടോ നീ ഏതാ ജാതി? നായരാന്ന് പറയുന്നത് ഇത്ര നെഞ്ചുരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജാതികൾക്കിടയിൽ അത്ര വലിയ ജാതിയൊന്നുമില്ല അത്. നായര് വലിയ ജാതി തന്നെയാണ്. 24 നമ്പർ ശുഭദായനി NSS കരയോഗ മന്ദിരത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു എൻ്റെ അച്ഛൻ. നായര് വലിയ ജാതി തന്നെയാണ്. ഊക്കാൻ വേണ്ടി പ്രമോഷൻ തന്നാടാ മറ്റവന്മാര്. തോന്നിയ ദിവസം പറയുന്നു ഇറങ്ങിപ്പോ എന്നെ വിട്ടുന്നു. ഞാൻ പൊക്കോളാം, അല്ലെങ്കിൽ ഞാനിവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല. എൻ്റെ സുഹൃത്തെ, അറിയാത്ത രണ്ടുപേർക്കിടയിൽ ജാതിയൊന്നായിട്ട് എന്താണ്? എൻ്റെയും നിൻ്റെയും ജാതിയൊന്നായിട്ട് കാര്യമുണ്ട്, മതമൊന്നായിട്ട് കാര്യമുണ്ട്, നമ്മൾ രണ്ട് പുരുഷന്മാരായിട്ട് പോലും കാര്യമുണ്ട്. ഓ, അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയാനും കാര്യം ഉണ്ടായിരുന്നല്ലേ? എടോ, അറിയാത്ത രണ്ടുപേർക്കിടയിൽ ഭാഷ മാത്രം ഒന്നാവണം. അറിയാത്തൊരു ദേശത്ത് അറിയാത്ത രണ്ടുപേർക്കിടയിൽ ഭാഷ മാത്രമാണ് തുണ. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യണ്ടാക്കി വെച്ച സ്ഥാപനങ്ങളിൽ ജാതിയും മതവും മയിലാണ്. ഭാഷയാണ് മതം, ഭാഷയാവണം മതം. മനസ്സിലായില്ല. നിന്റെ നാടേതാ? നീ എവിടുന്നാ വരുന്നേ? കണ്ടോ, നീ ശരിയായി വരുന്നുണ്ട്. നീ ശരിയാവും. നിന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. എന്ത് ശരിയാവുന്നു? നിന്റെ ബുദ്ധി ഉണരാൻ തുടങ്ങി. ഓ, നാളെ ചോദിച്ചാണ് ബുദ്ധി? അതല്ല, ഞാൻ 17 തവണയായി നിന്നെ നീ എന്ന് വിളിക്കുന്നു. നീ ഇപ്പോഴാണ് തിരിച്ചു വിളിച്ചത്. അതെന്റെ ലാളിത്യല്ലേ? ലാളിത്യം, തേങ്ങാക്കൊല, അതൊരു തരം ബുദ്ധിയാണ്. നിന്നെപ്പോലുള്ളവർ മനസ്സിലേക്കുള്ള അധിനിവേശങ്ങൾക്ക് ആദ്യം തന്നെ കീഴടങ്ങും. നമ്മൾ കണ്ട സമയം മുതൽ നിന്നെ ഞാൻ താങ്കളെന്ന് വിളിച്ചിരുന്നെങ്കിൽ നീ എന്നെ നീ എന്ന് വിളിച്ചേനെ. എൻ്റെ ആദ്യ വിളിയിൽ തന്നെ നീ കീഴടങ്ങി കഴിഞ്ഞു. മനസ്സിലായില്ല. എടോ, ആദ്യം കയറി തന്നെ ഞാൻ താങ്കളെന്നെങ്ങാനും വിളിച്ചിരുന്നെങ്കിൽ നീ എന്നെ തലയിൽ കയറി നിരങ്ങിയത്. ഇതിപ്പോൾ ഞാൻ ആദ്യം നീ എന്ന് വിളിച്ചുകൊണ്ട് നീ ഇങ്ങനെ നിൽക്കുന്നു. എന്ന് വെച്ചാൽ ആൾക്കൂട്ട സമരങ്ങളെ നിനക്കും നിന്റെ നാട്ടുകാർക്കുള്ളൂ. ബാക്കിയൊക്കെ മറന്നില്ലേ? എൻ്റെ നാട് നിന്റെ നാട്? ഞാൻ മലയാളം മറന്നു കണ്ടില്ല. അല്ല, നീ പുറത്തു നിന്ന് നേരത്തെ വേറൊരു ഭാഷ സംസാരിച്ചല്ലോ. Vilken vapen du vill inte bara din din gefanda. Kino hasen bu man din dit fast dit eller hosi eller hasen huli. Nej fast inte där igen igår att din fata. Nej kanske för din ben pot. Tada det den kunde sitta där full. 20 ഭാഷകൾ അറിയാം എനിക്ക്. അപ്പൊ സ്ഥലം? ഭാഷയാണ് എൻ്റെ സ്ഥലം. 20 സ്ഥലങ്ങൾ. ജനിച്ച ഇടമല്ല എൻ്റെ സ്ഥലം. അപ്പൊ മതം? ഹിന്ദു, ഇസ്ലാം, മുസ്ലിം, ക്രിസ്ത്യൻ ഇതൊന്നും ഇല്ലാതെ ഇതൊന്നും ഇല്ലാതെ പിന്നെ ഇല്ലാതെ മതങ്ങളൊന്നും ഇല്ലാതെ ഒരാൾക്ക് ജീവിച്ചൂടെ? കുന്നത്തമ്പലത്തിന് കഴിഞ്ഞ വർഷം ഞാനും അവളെ കൂടെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ട് കാര്യം. കേൾക്കട്ടെ, നീ അവളും കൂടെ? ശങ്കരവാര്യരുടെ പ്രഭാഷണമായിരുന്നു. പുസ്തകം തുറന്ന് വ്യാഖ്യാനം അങ്ങോട്ട് തുടങ്ങുമ്പോൾ ജീവിതം ഇങ്ങനെ കടല് പോലെ പരന്നൊഴുകും. ആ ഒഴുക്കിൽ അവളൊക്കെ പോയല്ലേ?
അല്ല, നീ പോകുന്നില്ലേ? ഞാൻ പോവാ. നിനക്കല്ല ജാതി മതവും നാടൊന്നും അറിയണ്ടേ? വേണ്ട. കടലിനപ്പുറം ഇപ്പുറം ജാതി മതം എന്നൊക്കെ എനിക്കറിയാം. നീ പോയാൽ മതി. ഇവിടെ ഒന്നും അല്ല, പിന്നെ എവിടെയാണ് നിന്റെ നാട്? ഞാൻ പറഞ്ഞല്ലേ, ഭാഷയാണ് എൻ്റെ ദേശം. ഭാഷയാണ് എൻ്റെ ജാതിയും ദേശവും. ഭ്രാന്ത് പറയാതെ. ഈ ജാതി മതമില്ലാതെ ആരെങ്കിലും ഉണ്ടാവും? ഞാനുണ്ട്. ഓ, നീ പുരോഗമനവാദിയാണല്ലേ? എനിക്കും അറിയാം കുറച്ച് പേരെ. നീ വിശ്വാസിയാ? അതെ. ആരാ നിന്റെ ദൈവം? എൻ്റെ ദൈവങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെ. അത്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ദൈവം. ഓ, കല്ലിലും മുള്ളിലും ഉള്ളത്, ഇരുമ്പിലും തുരുമ്പിലും ഉള്ളത്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നീ ഹിന്ദുവാണല്ലേ? നായരാ? എൻ്റെ പൊട്ടനായ സുഹൃത്തെ, എന്നെ അങ്ങനെ വിളിക്കരുത്. ഓക്കെ. പ്രിയ സുഹൃത്തെ, എൻ്റെ ദൈവം തൂണിലും തുരുമ്പിലൊന്നുമില്ല, മറ്റെങ്ങുമില്ല. ഒരിടത്ത് മാത്രം, ഒറ്റയ്ക്ക്. ഓ, ഏകദൈവമാണല്ലേ? ആ, മനസ്സിലായി മനസ്സിലായി. നിൻ്റെ താടിയും മുടിയും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. നിൻ്റെ സ്ഥലമൊക്കെ മനസ്സിലായി. നിൻ്റെ പേരെന്താ? എന്നാ പറ, ഏതാ എൻ്റെ സ്ഥലം? അല്ല, എവിടെയെങ്കിലും നിനക്കൊരു സ്ഥലം ഉണ്ടാവുമല്ലോ. 20 ഭാഷ അറിയാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ. എല്ലായിടത്തും എത്തണ്ടേ? ഞങ്ങൾക്ക് എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ചേടാ, ഭയങ്കര നീ മനോഹരമായി ഊഹിച്ചളഞ്ഞല്ലോ. ഇനി എനിക്കൊരു പേരിട്. അബു എന്നോ അബൂബക്കർ എന്നോ. എന്നിട്ട് എന്തെങ്കിലും എടുത്ത് എൻ്റെ തലക്കടിക്കും. അതാണല്ലോ ശീലം. നീ കരുതുന്ന ഒരാളല്ലേ? എൻ്റെ ദൈവം ഒരിടത്താണെന്ന് പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിൽ വേണ്ട, നീ എന്നെ ഇനി ക്രിസ്ത്യാനിയോ ബൗദ്ധനോ മറ്റോ ആക്കും. ദൈവം അങ്ങനെയൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നീ കണ്ടതിനെ മാത്രമേ വിശ്വസിക്കൂ? അങ്ങനെയാണെങ്കിൽ നീ വൈദ്യുതി കണ്ടിട്ടുണ്ടോ? പഴയ തമാശകൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. നിന്റെ ഈ മതങ്ങൾക്കും ദൈവങ്ങൾക്കും പ്രദേശത്തിൻ്റെ സ്വഭാവമാണ്. ഒരു അന്താരാഷ്ട്ര മതവും ഒരു അന്താരാഷ്ട്ര ദൈവവും വരട്ടെ, അപ്പോൾ നോക്കാം. ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം പോലെ. അന്താരാഷ്ട്ര വിമാനത്താവളം പോലെയോ? നീ പാടും. പാട്ട് കുറേശ്ശെ. കല്ലുമാലയണിഞ്ഞ സുന്ദരി കാട്ടുപൂഞ്ചോല, കാത്തിരുന്നതുമോർത്തിരുന്നതും കാറ്ററിഞ്ഞീല, പൂങ്കാറ്ററിഞ്ഞീല. കല്ലുമാലയണിഞ്ഞ സുന്ദരി കാട്ടുപൂഞ്ചോല, കാത്തിരുന്നതുമോർത്തിരുന്നതും കാറ്ററിഞ്ഞീല, പൂങ്കാറ്ററിഞ്ഞീല.
കല്ലുമാലയണിഞ്ഞ സുന്ദരി കാട്ടുപൂഞ്ചോല, കാത്തിരുന്നതുമോർത്തിരുന്നതും കാറ്ററിഞ്ഞീല, പൂങ്കാറ്ററിഞ്ഞീല. വെള്ളിമലയിൽ തങ്കം വിതറിയ സ്വർണച്ചമ്പകം, കാത്തിരുന്നിട്ടുമോർത്തിരുന്നിട്ടും കാറ്റു വന്നീല, പൂങ്കാറ്റു വന്നീല. കാറ്റുമായി കൂട്ടുകൂടിയ കന്നിനില പെണ്ണ്, കാറ്റുമായി കൂട്ടുകൂടിയ കന്നിനില പെണ്ണ്, ഇന്നലെ മോന്തിക്ക് കാറ്റിനെയും കട്ടോണ്ട് മാനത്തൊളിച്ചിരുന്നേ, ദൂരെ മാനത്തൊളിച്ചിരുന്നേ. കല്ലുമാലയണിഞ്ഞ സുന്ദരി കാട്ടുപൂഞ്ചോല, കാത്തിരുന്നിട്ടുമോർത്തിരുന്നിട്ടും കാറ്റു വന്നീല, പൂങ്കാറ്റു വന്നീല. വെള്ളിമലയിൽ തങ്കം വിതറിയ സ്വർണച്ചമ്പകം, കാത്തിരുന്നിട്ടുമോർത്തിരുന്നിട്ടും കാറ്റു വന്നീല, പൂങ്കാറ്റു വന്നീല. നീ കള്ളു കുടിക്കാറില്ലേ? നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല പരിഹാരമായിരിക്കുമല്ലോ മദ്യം. അങ്ങനെ സ്ഥിരമായിട്ടില്ലായിരുന്നു. അവൾ പോയ പിന്നെ ഞാൻ അടിക്കും. അവൾ ഉണ്ടാകുമ്പോഴും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാലും എല്ലാ മാസം ഞാനൊരു കുപ്പി മേടിച്ച് വെക്കും. 1-ാം തീയതിയും ബാറില്ലാത്ത ദിവസവും ഞാൻ അടിക്കും. അത് നാട്ടിലൊന്നും കിട്ടൂലല്ലോ. നാട്ടുകാരിങ്ങനെ കള്ളു മേടിക്കാൻ വേണ്ടി ഓടുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അടിക്കും. അവർക്ക് മദ്യപിക്കുന്നവരോട് വെറുപ്പൊന്നും കാണില്ല. അത് ശരിയാണെന്ന് തോന്നുന്നു. അവൾക്ക് ഞാൻ അടിക്കുന്നതായിരുന്നു പ്രശ്നം. മറ്റൊന്ന് അതിൻ്റെ അവൻ അടിക്കുമായിരുന്നു. ആര്? മെരുകൻ. അതാരാ? അതൊന്നും നീ അറിയണ്ട. ചില ദിവസം രാത്രി അവൾ പറയായിരുന്നു, മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അടിച്ചാൽ മതി. പിന്നെ ഞാനങ്ങത് ശരിവെച്ചു. പ്രാരാബ്ദങ്ങളൊക്കെ അല്ലേ, അത് കഴിഞ്ഞിട്ട് കുടിക്കാം. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത്. എന്നിട്ട് കല്യാണം നടന്നില്ലേ? കല്യാണം കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവളങ്ങ് തോന്നിയ വഴിക്ക് പോയി. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. അവളുടെ കല്യാണം ഞങ്ങൾ എത്ര സ്വപ്നം കണ്ടെന്നറിയോ? എല്ലാം തുളച്ചില്ലേ. അങ്ങനെയാ ഞാൻ ഈ പെണ്ണുങ്ങളിങ്ങനെ വെറുത്തു പോയത്. നിന്നോട് സ്വപ്നം കാണാൻ അവള് പറഞ്ഞു. സാധാരണ അച്ഛനമ്മമാർ കാണുന്ന പോലെ മക്കളുടെ കല്യാണത്തിനെ കുറിച്ച്. അതിനെന്താ? എന്തൊക്കെ സ്വപ്നങ്ങളാണ് നീ കണ്ടത്? തലേന്ന് ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി, കളർ ലൈറ്റും ബലൂണൊക്കെ കെട്ടി
4 ക്യാമറയും 2 ഹെലിക്യാമും, പിന്നെ നിന്റെ ശേഷി തെളിയിക്കാൻ ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണവും, എന്നിട്ട് ആൾക്കാരുടെ ഇടയിലൂടെ അങ്ങനെ ഗമയിൽ. അതല്ലേ തീർന്നില്ല. 101 പവനൊക്കെ ഇട്ട് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വേഷം കെട്ടിച്ച് വൃത്തികേടാക്കി 5000 പേരുടെ മുമ്പിൽ കൊണ്ടുവന്ന് തൊഴുവിച്ച്. ഒന്നും നടന്നില്ല അല്ലേ? ഒരു സ്റ്റാർ ആവാനുള്ള വലിയൊരു അവസരമല്ലേ നഷ്ടപ്പെട്ടത്? ആത്മനിർവൃതിയുടെ കടക്കലല്ലേ അവളെ കത്തിവെച്ചത്? കണ്ടോ, സാറന്മാരെ പ്രവർത്തിച്ചു തുടങ്ങി. നിന്നെയും നിന്റെ ഈ സമൂഹത്തിനൊക്കെ ഇങ്ങനെയാക്കിയത് സാറന്മാരാണ്. 2 ഭാഗത്തേക്ക് മുഴുകുന്ന നദിയാടാ തലച്ചോറ്. അതിനിടയിൽ മതിൽ കെട്ടുന്നവന്മാരാ സാറന്മാർ. കുറുപ്പ് ഭാഷ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അല്ല, നീ നേരത്തെ പറഞ്ഞില്ലേ മതവും വിമാനത്താവളവും ദൈവമൊക്കെ? ഇതൊക്കെ ആയിട്ടെന്താ ബന്ധം? നമ്മുടെ നാട്ടിൽ കുട്ടികളുണ്ടാക്കുന്ന ചില സംഘടനകളില്ലേ, ഈ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. നിൻ്റെ നാട്ടിലും ഇല്ലേ ഓരോ പ്രദേശത്ത് ഓരോ കാലത്തുണ്ടാകുന്ന ചില സംഘങ്ങൾ? എൻ്റെ നാട്ടിലുണ്ടായിരുന്നു ഗ്രാമോദ്ധാരണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. 2 വർഷം ഞാൻ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. തവളക്കണ്ണൻ രാജേന്ദ്രൻ ആയിരുന്നു സെക്രട്ടറി. ഓന്ത് സുരേന്ദ്രൻ, പിച്ച ബഷീർ, പിന്നെ ശ്രീകാന്ത്, ശ്രീധരൻ, ഇവർക്കായിരുന്നു എക്സിക്യൂട്ടീവ്. പീറശശി അതിൻ്റെ ഖജാഞ്ചിയായിരുന്നു. അവസാനം നാടകം നടത്തിയതിൻ്റെ പിറ്റന്നാൾ ശശി ഒരു സൈക്കിൾ വാങ്ങി. ബാക്കിയുള്ള കാശുകൊണ്ട് അതോടെ ക്ലബ്ബ് പിരിച്ചു വിട്ടു. വളരെ നല്ലത്. നല്ലതൊന്നുമല്ല. ക്ലബ്ബ് ഉണ്ടായിരുന്നപ്പോൾ കയറി ഇരിക്കാനൊക്കെ ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. റേഷൻ കടയുടെ പിറകിലാണ് ക്ലബ്ബ് മുറി. കടയിൽ അരി വരുമ്പോൾ ക്ലബ്ബുകാരെ ഇറക്കിയിരുന്നത്. അരി ഇറക്കിയ മണ്ണെണ്ണ സൗജന്യമായി കിട്ടും. 10 ലിറ്റർ കന്നാസ് നിറയാൻ മണ്ണെണ്ണ. അവൾ പറയായിരുന്നു,
ക്ലബുകളുണ്ട് മണ്ണെണ്ണയ്ക്ക് ക്ഷാമമില്ല. അവസാനം എൻ്റെ മൂത്ത മോൻ ശാന്തകുമാരൻ അറിയാതെ ആ മണ്ണെണ്ണ എടുത്ത് കുടിച്ചു. അങ്ങനെയാണ് മരണപ്പെട്ടത്. പോട്ടെ, കരയല്ലേ. കരച്ചിൽ എനിക്കിഷ്ടമല്ല. നിങ്ങൾ പോകുന്നില്ലേ? പോവാ, ഒരു പാട്ട് പാടും. പാട്ടോ? കരച്ചിലൊക്കെ മാറട്ടെ. ഏത് പാട്ടാ പാടണ്ടേ? ഏതായാലും. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും കാണാതെ പൂമുഖവാതിലിൽ അന്യരെ പോലെ ഞാൻ നിന്നു. ഇപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ? വേറെ പാട്ടൊന്നുമില്ലേ? വേറെ പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും. കരച്ചില് മതിയായിരുന്നു. എത്ര കാലം കൊണ്ട് കേൾക്കുന്നത് അതൊക്കെ? അതൊക്കെ പോട്ടെ. ഈ ക്ലബും ദൈവവും മതമായിട്ട് എന്താ ബന്ധം? അത് നീ പറഞ്ഞില്ലേ? ഏത്? തവളക്കണ്ണൻ രാജേന്ദ്രൻ, ഓന്ത് സുരേന്ദ്രൻ, പിച്ച ബഷീർ, പീരശശി, ശ്രീധരൻ, നാടകം കാശ് സൈക്കിൾ, റേഷൻ കട മണ്ണെണ്ണ അരി മരണം. അത് തന്നെ. ഏത് തന്നെ? കുങ്കുമം ചന്ദനം തേങ്ങ കർപ്പൂരം, മരുഭൂമി ഒട്ടകം ഈന്തപ്പന, അപ്പം വീഞ്ഞ്, തോക്ക് ബോംബ് മരണം. എടാ പൊട്ട, നിന്റെ ഗ്രാമോദ്ധാരണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ഒരു സ്വഭാവമില്ലേ? പേര് ഗ്രാമോദ്ധാരണി എന്നാണെങ്കിലും നിന്റെ നാടിൻ്റെ സ്വഭാവം, ഓന്ത് സുരേന്ദ്രൻ്റെയും പിച്ച ബഷീറിൻ്റെയും പീരശശിയുടെയും സ്വഭാവം, കടമുറിയുടെയും കടത്തണയുടെയും സ്വഭാവം, അതുപോലെ നിന്റെ മതത്തിനുമുണ്ട്, എല്ലാവരുടെ മതത്തിനുമുണ്ട് അതുണ്ടായ നാടിൻ്റെ സ്വഭാവം, പിച്ച ബഷീറിൻ്റെയും പീരശശിയുടെയും ഒക്കെ സ്വഭാവം. പക്ഷെ ഒരു കാര്യത്തിൽ ഒറ്റ സ്വഭാവമായിരിക്കും. അരി തരാനും മണ്ണെണ്ണ തരാനും ഒരു കടയുണ്ടാകും. മണ്ണെണ്ണ വാങ്ങിക്കൊണ്ടുവന്ന് കുടിക്കാനും കത്തിക്കാനും കുറച്ച് ആൾക്കാർ. മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ ഭാര്യയും കുട്ടികളൊക്കെ? ഇല്ല. ഭാര്യയില്ലേ? നന്നായി. നാണക്കെടാവില്ലല്ലോ. ഭാര്യയുള്ളത് നാണക്കെടാണ്. ഭാര്യ ഒളിച്ചോടുന്ന നാണക്കെടല്ലേ? എൻ്റെ മകൻ മരിച്ചപ്പോഴും എനിക്ക് മരിക്കാൻ തോന്നിയിട്ടില്ല. ഇതങ്ങനെയല്ല. നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. ഞാനിപ്പോൾ മരിക്കാൻ പോയതാ. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ. കഷ്ടം. നീ എന്തിനാ മരിക്കുന്നത്? ഇതാ ഇത് കണ്ടോ?
എൻ്റെ കല്യാണ ആൽബം. കല്യാണം കഴിയുമ്പോൾ ഞാൻ അവളേക്കാൾ സുന്ദരനായിരുന്നു. പിന്നെ അവളങ്ങ് സുന്ദരിയായി. ഞാനിങ്ങനെ തടിച്ച് വീർത്ത് വയറും വെച്ച്. എനിക്കവളെ വലിയ കാര്യമായിരുന്നു. ഞാൻ ഇതുവരെ അവളെ ഒറ്റയ്ക്ക് പുറത്ത് വിട്ടിട്ടേ ഇല്ല. എന്നിട്ടും അവളിറങ്ങിപ്പോയി. ചുമ്മാതല്ല അവൾ പോയത്. എടോ, ഒരു സ്ത്രീ കാലാകാലം നിന്നെപ്പോലൊരു പൊട്ടൻ്റെ കൂടെ എങ്ങനെ ജീവിക്കാനാണ്? അതൊരു കഷ്ടമല്ലേ? കഷ്ടം? നിനക്ക് ആഹാരം വെച്ച് തന്ന്, നിന്റെ വസ്ത്രം അലക്കി, രാത്രിയാകുമ്പോൾ കൗതുകം തീർന്ന് നിന്റെ കണ്ണും കൈയും ചെയ്യുന്ന പതിവ് ചടങ്ങുകൾക്ക് വഴങ്ങി. ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അതങ്ങനെ പതിവായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. സ്നേഹവും കൗതുകവും ഉള്ള ഒരു പെണ്ണിനും നിന്നെ ഇതിനപ്പുറം സഹിക്കാനാവില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നിനക്ക് അഹങ്കരിക്കാം. ഏത് കാര്യത്തിൽ? കൂടെയുണ്ടായിരുന്ന സമയത്ത് നിന്നെ അവൾ സ്നേഹിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ അവളെ വിളിച്ചോടിയത്. സ്നേഹമുള്ളവർക്കല്ലേ അത് ചെയ്യാൻ പറ്റും. സ്നേഹത്തിലൂന്നിയ ഒരു പ്രക്രിയയാണടാ ഒളിച്ചോട്ടം. നിന്റെ ഭാര്യ മാത്രമല്ല, സ്നേഹമുണ്ടായിരുന്ന എല്ലാ ഭാര്യമാരും ഒളിച്ചോടി കഴിഞ്ഞവരാണ്. നിനക്ക് ഭ്രാന്താണ്. ഞാനിനി എന്ത് ചെയ്യുന്നു? സത്യമാണ് സുഹൃത്തെ. നമ്മൾ പറയാറില്ലേ, മകനെ പോലെ, അമ്മയെപ്പോലെ, സഹോദരനെ പോലെ. അതൊന്നുമല്ലാത്ത ചില കൊടുക്കൽ വാങ്ങലുകളുടെയും കടന്നുവരവുകളുടെയും ക്രമത്തിലൂന്നിയാണത് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് കല്യാണം കഴിച്ച സഹോദരിമാരുണ്ടെങ്കിൽ, അവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അവരോടും വിളിച്ചോടാൻ പറയണം. നീ എന്നെ കളിയാക്ക? എനിക്ക് പെട്ടെന്ന് പോകണം. നീ അങ്ങ് പോവും, ഞാൻ വീണ്ടും ഒറ്റക്കാവും. സമൂഹത്തിൽ ഞാൻ സമൂഹം എന്ത് വിചാരിക്കുമെന്നാണ്? അതെ, സമൂഹം എന്ത് വിചാരിക്കും? സമൂഹം അങ്ങനെയൊന്നുണ്ടോ? ഇല്ലേ, സമൂഹം എന്നൊക്കെ പറയാറില്ല. തടിയനായ, ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെട്ടവനായ പൊട്ട, ഒരു മനസ്സും ഒരു ചിന്തയും ഒരു ശരീരവുമുള്ള വലിയൊരു നീലത്തിമിംഗലമൊന്നുമല്ല നീ പറയുന്ന സമൂഹം. കുറേ മണ്ടന്മാരും നിന്നെപ്പോലെ പൊട്ടന്മാരും, വളരെ കുറവ് പടയാളികളും അതിനേക്കാൾ കുറവ് ബുദ്ധിമാന്മാരുമുള്ള ഒരു കൂട്ടമാണ്
അത് തന്നെ നിന്നെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്നവരുണ്ടാവും, നീ രക്ഷപ്പെട്ടെന്ന് കരുതുന്നവരുണ്ടാവും, നിന്റെ കാര്യമേ അറിയാത്തവരുണ്ടാവും. അവരായിരിക്കും കൂടുതൽ. മറ്റുള്ളവൻ അറിയാതെ എങ്ങനെ കൂടുതൽ കൂടുതൽ പട്ടിയായി ജീവിക്കാമെന്ന് ഓരോരുത്തരും നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിന്നെ ചെറുതായെന്ന് ഓർക്കാൻ പോലും ഈ സമൂഹത്തിനാവില്ല. അപ്പൊ ആളുകളൊക്കെ പറയാറില്ലേ സമൂഹം എന്ത് വിചാരിക്കുന്നൊക്കെ? സമൂഹത്തിന് ഒറ്റ വിചാരമുണ്ടെങ്കിൽ അത് ഒരു കാര്യത്തിൽ മാത്രമാണ്, ഒരിടത്ത് മാത്രമാണ്. എവിടെ? പറയാം. ഇവിടെ സാധനം ഇരിക്കുന്നു. അത് നീ പറഞ്ഞില്ലല്ലോ, സമൂഹത്തിൻ്റെ ഒറ്റ വിചാരം. അതെവിടെയാ? കിടപ്പറയിൽ അവിടെ മലർന്നു കിടന്ന് കൃഷ്ണമണികൾ മേലേക്കുയർത്തി എത്രയോ സ്ത്രീകൾ ഒരാലസ്യത്തിൽ എന്ന പോലെ മുകളിലേക്ക് നോക്കുന്നത് മച്ചിനപ്പുറത്തുള്ള അദൃശ്യനായ പരപുരുഷനെയാണ്. പുരുഷന്റെ കമിഴ്ന്ന ചിന്തകളിൽ അന്യ സ്ത്രീകളാണുള്ളത്. അതാണ് സമൂഹത്തിന്റെ ഒറ്റ വിചാരം. അത് കൊള്ളാം. അപ്പം ഞാൻ മാത്രമൊന്നുമല്ല. ഇനിയെങ്കിലും പറ, നിന്റെ നാടെവിടെ? നിനക്കറിയില്ല, സൗരയൂഥത്തിനും അപ്പുറത്താണ്. സൗരയൂഥത്തിനപ്പുറം? നീ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? അഞ്ചേയിൽ രാമനാഥൻ സാറാ എന്നെ ശാസ്ത്രം പഠിച്ചു തുടങ്ങിയത്. എന്നാ സൗരയൂഥം തൊട്ട് തുടങ്ങും. നീ എൻ്റെ ബുദ്ധി അളക്കുക. തുടങ്ങടാ വൈരെ. സൂര്യനും സൂര്യനും ചുറ്റുമുള്ള 9 ഗ്രഹങ്ങളും ചേർന്നാണ് 8. സൂര്യനും സൂര്യനും ചുറ്റുമുള്ള 8 ഗ്രഹങ്ങളും ചേർന്നാണ് സൗരയൂഥം. ആകാശഗംഗയിലെ നക്ഷത്രക്കൂട്ടങ്ങളിലെ ഒരംഗം മാത്രമാണ് സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഇതുപോലെ പ്രപഞ്ചത്തിൽ ഒട്ടേറെ ആകാശഗംഗകളുണ്ട്. നിർത്ത്. പഠിച്ചതൊന്നും മറക്കരുത്. അനേകം ആകാശഗംഗകളിലൊന്നും അതിലെ വളരെ വളരെ ചെറിയൊരു സൗരയൂഥം. അതായത് പ്രപഞ്ചത്തിൽ ആയിരക്കണക്കിന് സൂര്യന്മാരും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളുമുണ്ട്. അതിലൊരു സൂര്യനിൽ നിന്ന് ഈ സൂര്യനല്ല മറ്റൊരു സൂര്യൻ ഭൂമി പാലിക്കുന്ന അതേ അകലത്തിൽ കറങ്ങുന്നൊരു ഗോളം. ഇതേ തണുപ്പ്, ഇതേ ചൂട്,
നിന്റെ മായക്കണ്ണാടികളും ആകാശവാഹനങ്ങളും സൗരയൂഥത്തിൽ മുഴുവനായി കറങ്ങിയിട്ടൊന്നുമില്ല. നിന്റെ കാഴ്ചകളെത്താത്തൊരു കോളത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അതായത് മറ്റൊരു സൂര്യൻ്റെ മൂന്നാമത്തെ ഗ്രഹത്തിലെ താമസക്കാർ. നിന്റെ ഭൂമിയിലെ ദൈവങ്ങളെ മുകളിൽ നിന്ന് കാണുന്നത്. നിനക്ക് ഭ്രാന്താണ്. കേട്ടിട്ട് തന്നെ പേടിയാവും. മരിക്കാൻ പോകുന്നവനാണോ പേടി? എനിക്കങ്ങനെ പേടിച്ച് മരിക്കണ്ട. നീ എന്തിനാ മരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ ഒളിച്ചോടിപ്പോയി. അഭിമാനമുള്ളവർക്ക് പറ്റുന്നതാണ്. ആൾക്ക് വേണ്ടി ഞാൻ ലോൺ എടുത്തത്. മകളൊരുത്തിയുള്ളത് പറഞ്ഞാൽ കേൾക്കൂല. വലിയ ഫെമിനിസ്റ്റാണ് അത്ര. ഇളയവനാണെങ്കിൽ കുട്ടികളുടെ ജയിലിലും. അപ്പൊ നീ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു വീട്ടിൽ ഇത്രയേറെ വിപ്ലവകാരികൾക്ക് ജന്മം നൽകിയ വീരൻ. കളിയാക്കണ്ട. ഈ അവസ്ഥയിൽ ആരായാലും ആത്മഹത്യ ചെയ്തു പോകും. നിന്റെ മോനെന്താ ചെയ്തത്? അവനൊരു പെണ്ണിൻ്റെ മലക്ക് പിടിച്ചു. അതാണോ? നീ അവനേക്കാൾ വൃത്തികെട്ടവനല്ലേ? അതെങ്ങനെ? മരിക്കാൻ നീ തിരഞ്ഞെടുത്ത കാരണങ്ങൾ എന്തായിരുന്നു? സങ്കടം. അഭിമാനമുള്ളവർ പറയും ആത്മഹത്യ എന്നത് ഭീരുത്വം. ഇതൊന്നുമില്ല സുഹൃത്തെ ആത്മഹത്യക്ക് കാരണം. ആത്മസ്നേഹമാണ് ആത്മഹത്യക്ക് കാരണം. അവനവനോടുള്ള സ്നേഹം. അതങ്ങ് അതിൽ കിടക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നിന്റെ മകൻ മാത്രമല്ലല്ലോ കുട്ടികളുടെ ജയിൽ, എത്രയോ കുട്ടികൾ. അപ്പോൾ നിനക്ക് അവനോടുള്ള സ്നേഹം നിന്നോട് തന്നെയാണ് സ്നേഹം. നിന്റെ ഭാര്യ മാത്രമല്ലല്ലോ ഒളിച്ചോടിയത്. ഇവളങ്ങനെ ഇത്ര കാലം എന്നെ സഹിച്ചെന്ന് ആലോചിക്കണം. അഭിമാനം എന്ന് പറയുന്നത് അവനവനോടുള്ള സ്നേഹമാണ്. എന്നാലും ഭാര്യ ഒളിച്ചോടി പോകുമെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നാണ്. സംസ്കാരം, നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ പേരിൽ പ്രണയരഹിതരായി രണ്ടുപേർ ഒരു വീട്ടിൽ എത്ര കാലം? കൊള്ളാം നിന്റെ നാടിൻ്റെ സംസ്കാരം. അല്ലെങ്കിൽ നീ പറയുന്ന സംസ്കാരത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഒരു ആഗോള സംസ്കാരം എന്നാണല്ലോ നിന്റെ നാട്ടുകാർ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. കുറുപ്പ് മാഷ് പഠിപ്പിച്ചത് ഓർമ്മയുണ്ട് എനിക്ക്. സിന്ധു നദീതട സംസ്കാരം, മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ആർഷഭാരത സംസ്കാരം. ഓ, അത് ആർഷഭാരതം. മനസ്സിലായി. അത് തലയിൽ വെച്ച് നടന്നിട്ടാണ് നിന്റെ നാട്ടുകാർക്ക് ഇങ്ങനെ കൂനിപ്പോയത്. അങ്ങനെ വലിയ സംസ്കാരങ്ങളൊന്നുമില്ലടോ. ശീലങ്ങളേ ഉള്ളൂ. ശീലങ്ങൾ. ശീലങ്ങളോ? നിനക്ക് നിന്റെ അമ്മയെ കെട്ടാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? നിന്റെ അമ്മയെ കെട്ടാൻ പറ്റുമോന്ന്?
എടാ തടിയാ, ആഫ്രിക്കയിൽ ഒരു ഗോത്രവർഗമുണ്ട്. അവിടെ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മൂത്ത മകൻ അമ്മയെ കല്യാണം കഴിക്കും. അതവരുടെ ശീലമാണ്. നിനക്ക് പാറ്റയെ തിന്നാൻ പറ്റും. പല്ലിയെ, പാമ്പിന്, ചെറിയ പുഴുക്കളെ. ഇതൊക്കെ കഴിക്കുന്നവർ നമ്മുടെ തൊട്ടപ്പുറത്തുണ്ട്. ഇതിൻ്റെയൊക്കെ ആധുനിക രീതി ഉപയോഗിച്ച് കാണാനും കേൾക്കാനും പറ്റുന്ന അകലത്തിൽ. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ശീലങ്ങളാണ്. സംസ്കാരം. അപ്പൊ അഭിമാനം ഒന്നുമില്ലേ? തടിയ, നീ എന്തിനാ ചിരിക്കുന്നത്? നിനക്കെന്ത് പ്രാന്തായ? സത്യത്തിൽ എനിക്ക് ഭ്രാന്ത് തന്നെയാണ്. ഞാനെന്തൊരു മണ്ടന. എന്തൊക്കെ മണ്ടത്തരങ്ങളെ ഇഷ്ടമാണ് ഞാൻ ചെയ്തു കൂട്ടിയത്. ഞാൻ വിഷക്കുപ്പിയുണ്ട. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് മരിച്ചേനെ. എൻ്റെ ഭാര്യ പണങ്ങിപ്പോയ എന്തിനാണെന്നറിയാം നിനക്ക്? നീ വലിയ അനുഗ്രഹം ഒന്നല്ലേ? പറ. അതറിഞ്ഞാൽ നീ ചിരിച്ചു മരിക്കും. സത്യത്തിൽ നീ ചിരിച്ചു മരിക്കും. അതെയാ? എന്നാ പറയും. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങി പ്രശ്നം. ഓ, ഒളിച്ചോടാൻ 18 വർഷം എടുത്തു. അതോട്ട് എന്തായിരുന്നു പ്രശ്നം? അവൾക്കെൻ്റെ സാധനം ചെറുതാന്ന്. അവളങ്ങ് തൂത്തുക്കുടിന്ന് വന്നതാ. അവിടെ ആണുങ്ങൾ അണ്ടർവെയർ ഇടൂല. അതുകൊണ്ട് അവൾക്ക് കണക്കിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യ. ഇനിയല്ല രസം. അവസാനം അവിടെ പോയി പാല് കറക്കാൻ വന്ന മുരുകൻ്റെ കൂടെ. അതിനെന്ത് രസം?
അവൻ്റെ സാധനം എന്നെക്കാൾ ചെറുതാന്ന്. അതൊന്നും നിനക്കറിയാം. ഒന്ന് ചുമ്മാണ്ടിരി, അങ്ങനെക്കറിയാം. വെറുതെ അല്ല അവളങ്ങ് പോയത്. ഈ വീട് അവളുടെ പേരില്ല, ലോണാണേ. നിങ്ങളിവിടെ വലുതാ? എനിക്ക് വീടില്ല. വീടില്ലേ? അപ്പോൾ വാടകയ്ക്കോ? ചിലപ്പോൾ വാടകയ്ക്ക്, അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും വീട്ടിൽ. അപ്പോൾ വീട് വേണ്ടേ? എന്തിന്? താമസിക്കാൻ. താമസിക്കാൻ വീട് വേണമെന്നുണ്ട്, താമസിച്ചാൽ പോരെ. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ? സ്വന്തം അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാം സ്വന്തമല്ലേ. ഈ സ്ഥലങ്ങൾ, രാജ്യങ്ങൾ, ഭാഷകൾ, നിറങ്ങൾ എല്ലാം. അപ്പോൾ വീട് വെക്കണ്ടായിരുന്നല്ലേ? അവളുടെ നിർബന്ധമായിരുന്നു വീട് വെക്കണം. നീ അവൾക്ക് വേണ്ടിയൊന്നുമല്ല വീട് വെച്ചത്. അതെ, ഞാൻ അവൾക്ക് വേണ്ടി തന്നെയാണ് വീട് വെച്ചത്. പോടാ, നീ നിനക്ക് വേണ്ടി തന്നെയാണ് വീട് വെച്ചത്. അതിൽ കയറി താമസിക്കാനൊന്നുമല്ല, അത് തലയിൽ വെച്ച് കിടക്കാൻ. നല്ല യാത്രകൾ പോവാതെ, നല്ല ഭക്ഷണം കഴിക്കാതെ, ആർക്കൊന്നും കൊടുക്കാതെ, വലിയൊരു വീടും വെച്ച് അതും തലയിലേറ്റ് കിടക്കും. എൻ്റെ വീടിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെ വീട് വെച്ച് ലോകത്തിന് പുറത്തായി ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് നീ. ഞാൻ നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിച്ചത്. നീ എന്ത് ജീവിച്ചു? നീ ഒരു മൈനും ജീവിച്ചിട്ടില്ല. താൻ പോടോ. ഞാൻ ജീവിച്ച പോലെ ഈ പ്രദേശത്ത് ആരും ജീവിച്ചിട്ടില്ല. 25-ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയവനെ ഞാൻ, അറിയോ? 28-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ആഘോഷമായിരുന്നു കല്യാണം. ഒറ്റ മോനല്ലേ, 5 പെങ്ങന്മാർക്ക് ഒരാങ്ങള. ഞങ്ങളെ കുടുംബക്കാർക്ക് ഒട്ടും കുറക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ പേരിൻ്റെ അറ്റത്തൊരു കുറിപ്പുണ്ട് എന്നല്ലാതെ ഒരു കോപ്പുമില്ല. പിന്നെന്താ, ജോലിയുണ്ടല്ലോ. ഒരു ലോൺ അങ്ങോട്ട് എടുത്തു, കല്യാണം ഗജഗംഭീരാക്കി. നല്ല രസമുണ്ട് കേൾക്കാൻ. എന്നിട്ടെന്തായി? ലോൺ അടിച്ച് തീരാനായപ്പോൾ മോൻ ജനിച്ചു. സിറ്റിയിലെ വലിയ ഹോസ്പിറ്റലായിരുന്നു ജന്മം. നമ്മൾ വലിയ കുടുംബക്കാരല്ലേ, ഉറക്കാൻ പറ്റുമോ? നാട്ടുകാരെന്ത് വിചാരിക്കുന്നതായിരുന്നു പ്രശ്നം. അതിനടുത്തൊരു ലോൺ പൊളിച്ച്. പിന്നെ അത് തീരാറായപ്പോൾ അവക്കൊരാഗ്രഹം, വീട് വയ്ക്കണമെന്ന്. അല്ല, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. അയാളെ വർത്തമാനം കേട്ടാ ആരും അത് പറഞ്ഞു പോകും. എൻ്റെ തന്തയുടെ ഒരു കാര്യമില്ലാതെ ഈ ഗീർവാണം സഹിക്കണ്ടേ? അതടച്ചു തീരാനായപ്പോൾ മോളുടെ എൻജിനീയറിൻ്റെ അഡ്മിഷൻ, അതിനും എടുത്തൊരു ലോൺ. ഡോക്ടറാക്കാനായിരുന്നു പരിപാടി, അത് നടന്നില്ല. അതെന്താ? എഞ്ചിനീയറായില്ലേ? രക്ഷപ്പെട്ടില്ലേ? മയിലായി. അവൾക്കിഷ്ടമല്ലായിരുന്നു കണക്ക്, ചിത്രം വരെ പഠിക്കാനായിരുന്നു അവൾക്കിഷ്ടം. നമ്മൾ വലിയ അഭിമാനികളല്ലേ, നടക്കില്ലെന്ന് പറഞ്ഞു എൻജിനീയറിങ്ങിന് അയച്ചു. എന്നിട്ടെന്തായി? പാതിക്ക് വിട്ട് തോന്നി ഒഴുക്ക് പോയി. ഇതൊക്കെ കണ്ട് മോനെ വല്ലാതെ ശ്രദ്ധിച്ച് വളർത്തി. അവനങ്ങനെയും പോയി. അത്രക്കങ്ങ് ശ്രദ്ധിക്കണ്ടായിരുന്നു. അപ്പോൾ 25 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ അല്ല? ബാക്കി കാലം ലോണടച്ചും അന്തസ് നോക്കിയും കഴിച്ചു കൂട്ടിയില്ലേ? 25 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാവില്ല, ഒരു 20 വർഷം. മറ്റേ പടക്കുറിപ്പായിരുന്നല്ല അച്ഛൻ, 20 വയസ്സ് വരെ അനങ്ങാൻ വിട്ടിട്ടുണ്ടാവില്ല. നിങ്ങളൊരു അത്ഭുത മനുഷ്യൻ തന്നെ കേട്ടോ. സത്യമാണ്, ആ പുല്ലം കാരണം ഒരു സിനിമക്ക് പോലും പോകാൻ പറ്റില്ല. പിന്നെ ജീവിച്ചു,
ഒരു 5 കൊല്ലം പാര കോളേജിൽ പഠിപ്പിക്കാൻ പോയി. മണിക്കൂറിന് 30 റുപ്യ. അതൊരു ജീവിതമായിരുന്നു. എന്നാൽ നീ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചാലാ? ഒരു യാത്രയൊക്കെ പോയി എങ്ങോട്ട്? കുറച്ച് വടക്കോട്ട്. കൊല്ലൂരേക്കോ? അതാ അവിടെ. അല്ല, അവിടെ മോളെ എഴുത്തിനിരുത്താൻ പോയിട്ടുണ്ട്. അങ്ങോട്ടൊന്നുമല്ല, ഈ സ്ഥലങ്ങളൊക്കെ വിട്ട്, ഈ ഭാഷകളൊക്കെ വിട്ട് കുറച്ചകലെ പോയാലോ? ഞാനങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല. എവിടെ വരെ പോയിട്ടുണ്ട്? മാർക്കറ്റിൽ പോയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. പിന്നെ ബാങ്കിൽ പോയിട്ടുണ്ട്, ലോൺ എടുക്കണ്ടേ. പുറത്ത് പോയി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല? പോയിട്ടില്ല? കല്യാണം കഴിഞ്ഞ സമയത്ത് 2-3 തവണ പോയിട്ടുണ്ട്, അവളെയും കുട്ടി. 2 സിനിമക്കും പോയിട്ടുണ്ട്. പിന്നെ പിന്നെ പ്രാരബ്ധമായി, ലോണായി, പിന്നെ എവിടെയും പോയിട്ടൊന്നുമില്ല. നീ നന്നായി ഭക്ഷണം ഉണ്ടാക്കുമല്ലേ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. നന്നായൊന്നും നീ കഴിച്ചു നോക്ക്. മണം കേട്ടാലറിയാം നല്ല രുചിയുണ്ടെന്ന്. മണം പിടിച്ച് ജീവിച്ചിട്ടല്ലേ ഉള്ളൂ. ഘ്രാണശക്തി കൂടും നിന്നെപ്പോലുള്ളവർ. അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? വെജോ നോൺ വെജോ? നോൺ വെജ്. അതിലേതാ? ചിക്കൻ, മട്ടൺ, പോർക്ക്, ബീഫ്? അല്ല. ഓ, മീൻ. മീനിലേതാ? അയക്കൂറ, അയല, ആവോലി? ഇതൊന്നുമല്ല. പിന്നെ മനുഷ്യൻ്റെ ഇറച്ചി. എന്താണ്? അതേന്നേ, മനുഷ്യൻ്റെ ഇറച്ചി നല്ല ആവിയിൽ വേവിച്ചെടുക്കണം. ചുമ്മാ കളി പറയല്ലേ ഇഷ്ട. മനുഷ്യനെത്തുന്ന മനുഷ്യനാ നമ്മുടെ നാട്ടില്. പറയുന്നു ഏതാ? നല്ല തടിയുള്ള മധ്യവയസ്സായ പുരുഷന്മാരുടെ ഇറച്ചി നല്ല രസമാണ്. പക്ഷെ മണ്ടന്മാരുടെ ഇറച്ചി എനിക്കിഷ്ടമല്ല. എനിക്ക് ഹോട്ടൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അവൾക്ക് മസാല ദോശ വലിയ ഇഷ്ടമായിരുന്നു. മസാല ദോശ മോഹൻലാലിനെ. എന്തേ? നീ എന്താ നേരത്തെ പറഞ്ഞത്? വയറ് വെച്ചു, ഭംഗി പോയി, പെണ്ണിനോട് വെറുപ്പാണ്. നീ എന്താ പെണ്ണിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എടോ, പെണ്ണിനെ കുറിച്ച് നീ പഠിച്ച പാഠങ്ങളൊക്കെ ആണെഴുതി ഉണ്ടാക്കിയതാണ്.
നീ എന്തിനാ വാതിലടച്ചത്? തുറക്കടാ. ഇല്ല ഞാൻ തുറക്കൂല. ഡോറ് തുറക്കടാ. ഇല്ല തുറക്കൂല എന്ന് പറഞ്ഞില്ലേ? നീ വാതിൽ തുറക്കേ. ഇല്ല ഞാൻ കണ്ടു, നീ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ തുറക്കൂല. നീ എന്ത് കണ്ടുന്ന്? നീ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെയാണോ മനുഷ്യർ ഭക്ഷണം കഴിക്കുക? നീ എന്താ പേടിച്ചു പോയോ? കണ്ടാ പേടിക്കൂലേ? പന്നികളെ പോലെ പട്ടികളെ പോലെ 4 കാലിൽ നിന്നിട്ട് ഞാൻ തുറക്കൂല. അതെന്താ അങ്ങനെ ഭക്ഷണം കഴിച്ചാല്? ഇങ്ങനെയാണ് മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുക? നീ കണ്ടിട്ട് തന്നെ പേടിയാന്നു. പേടി മാത്രമല്ല, അറപ്പും തോന്നുന്നു. 4 കാലിൽ നിന്നിട്ട് മൃഗങ്ങളെ പോലെ. നീ വാതിൽ തുറക്കേ. ഞാൻ തുറക്കൂല എന്ന് പറഞ്ഞില്ലേ? ചിരിക്കണ്ട. ഓരോന്നിനും ഓരോ രീതികളില്ലേ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ശീലങ്ങൾ. ശീലങ്ങളോ അതോ നിയമങ്ങളോ? നിയമങ്ങളോ? ശീലങ്ങൾ. നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയല്ലേ? ഇത് ശീലങ്ങളല്ലേ? ചില നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയവല്ല. അത്തരം ചില നിയമങ്ങളുണ്ട്, ജൈവചലന നിയമങ്ങൾ. അങ്ങനൊരു നിയമമുണ്ടോ? ഈ IPC 372 പോലെ? ഓ, ഭൂമിയിലെ വകുപ്പുകളൊക്കെ നിനക്കറിയാം. എവിടുന്ന് പഠിച്ചതൊക്കെ? ഒരിക്കൽ പോലീസ് പിടിച്ച് കള്ളുപിടിച്ച് പെറ്റിയടിച്ച്. അന്യഗ്രഹജീവിയായ നിനക്ക് എവിടുന്ന് സമയം? ചിരിക്കണ്ട. നിങ്ങളെന്തിനാ അങ്ങനെ ഭക്ഷണം കഴിച്ചത്? പന്നികളെ പോലെ പട്ടികളെ പോലെ. കണ്ടിട്ട് തന്നെ അറപ്പ് വന്നു. നിങ്ങൾ താടിയിലൊക്കെ ഇരിക്കുന്നു. എന്തിനറക്കണം? നീ ഇവിടെ ഒന്ന് നോക്കിയേ. നിശ്ചലമായ ചുവർച്ചിത്രങ്ങൾ. നമ്മൾ തൊടുമ്പോഴല്ലാതെ നിശബ്ദരായിരിക്കുന്ന പുസ്തകങ്ങൾ, ഓടിമായുന്ന പാറ്റകൾ, പല്ലികൾ, പുറത്ത് കാറ്റിലാടുന്ന മരങ്ങൾ. അതിന് ചലിക്കുന്നതും ചലിക്കാത്തവയും ചേതനമെന്നും അചേതനമെന്നുള്ള ചിന്ത രൂപം കൊണ്ടത് ജീവന്റെ അംശത്തെ മുൻനിർത്തിയാണ്. ഇതിൽ സചേതനമായ ജീവലോകത്ത് മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിങ്ങനെ വേർതിരിവുണ്ടായത് ബുദ്ധിയും രൂപവും ചലനവും ആധാരമാക്കിയാണ്. വാതിൽ തുറക്കടാ, വാതിൽ തുറക്ക്. എനിക്ക് പോണം. എങ്ങോട്ട്? ഇല്ല പോണം. വേണ്ട, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പോയാൽ മതി. നിങ്ങളിങ്ങനെയൊന്നുമല്ലല്ലോ നേരത്തെ സംസാരിച്ചത്. ഇരിക്കട അവിടെ. എനിക്ക് പോണം. പറഞ്ഞു കൊടുത്ത ശീലമില്ലു, കേട്ട് ശീലമില്ല അല്ലേ? ഇരിക്കട അവിടെ. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ഇതിൽ ഓരോ വർഗവും രൂപത്തിന് പുറമെ വർഗങ്ങളുടെ, പ്രദേശങ്ങളുടെ വ്യത്യസ്തതകളിലേക്ക് വേർതിരിക്കപ്പെട്ടു. ഇണങ്ങി വളരുന്നവയും ആക്രമിക്കുന്നവയും ആഹാരത്തിനുള്ളതും വിഷമുള്ളതും ഉറപ്പുള്ളതും ഇല്ലാത്തതുമായ എല്ലാത്തിനെയും തിരിച്ചറിയപ്പെട്ടു. അവിടെ ഒരു വർഗം മാത്രം പൂർണ്ണമായും മാറി നിന്നു, മനുഷ്യൻ. എടാ പൊട്ട, നീ ഒരിക്കൽ പറഞ്ഞില്ലേ ഭാഷയെ പറ്റി? ഭാഷയുണ്ടാക്കാൻ മാത്രം തലച്ചോറിന് വലിപ്പമുള്ളതുകൊണ്ട് മാവും പ്ലാവും പുളിയും മുറ്റത്ത് വളർന്നു, പട്ടിയും പൂച്ചയും പിന്നാമ്പുറം താമസിച്ചു. അത് ശരിയാ. അതും ഇതായിട്ട് എന്താണ് ബന്ധം?
ഒരു സ്ഥലത്തും മരങ്ങൾ കുടുംബങ്ങളായി താമസിച്ചിട്ടില്ല. മൃഗങ്ങൾ ഭരണഘടന എഴുതിയുണ്ടാക്കിയിട്ടില്ല. മരങ്ങൾ ആഹാരം മണ്ണിൽ നിന്ന് വലിച്ചെടുത്തു. വേരുകൾ അതിർത്തികൾ സൂക്ഷിച്ചില്ല. അപരൻ്റെതെന്ന് കരുതിയില്ല. ഓടുന്നിടമെല്ലാം സ്വന്തമാക്കി. ഒരു മരത്തിനുമേൽ മറ്റൊരു ചെടി വളർന്നു. അങ്ങനെ മരകീയമായ പ്രവർത്തനങ്ങൾ ചിട്ടയില്ലാതെ തുടർന്നു. ഇപ്പോഴും അത് തുടരുന്നു. മരകീയം, മൃഗീയം, എന്നിട്ട് ആഹാരത്തിനു വേണ്ടി പോരടിച്ചവരായിരുന്നു ആദ്യ മനുഷ്യരും മൃഗങ്ങളും. ഇപ്പോഴും അതിലൊരു വിഭാഗം, അതായത് മൃഗങ്ങൾ, കൊന്നും മതിച്ചും ആക്രമിച്ചും കീഴടങ്ങിയും ജീവിതം തുടരുന്നു. പക്ഷേ മനുഷ്യരോ? മനുഷ്യൻ എങ്ങനെയാ മാറി നിൽക്കുന്നറിയോ നിനക്ക്? അവർ വീടുകൾ വെച്ച് കുടുംബങ്ങളുണ്ടാക്കി. കരുണ, നന്മ, സ്നേഹം, സഹനം, കടമ, സമരം എന്നിങ്ങനെ വികാരങ്ങളെ വേർതിരിച്ച് അതിജീവനത്തിൻ്റെ നിയമാവലി ഉണ്ടാക്കി. ജൈവ പ്രക്രിയകളിൽ മൃഗീയമെന്നും മനുഷ്യത്വപരമെന്നുമുള്ള രണ്ട് ജൈവ സിദ്ധാന്തങ്ങളുണ്ടായി. അല്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കി. കേൾക്കാൻ നല്ല രസമുണ്ട്. സത്യത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരുന്നോ? നീ എന്നെ കളിയാക്കുവാണ്. ഞാനോ? നിങ്ങളെയോ? ഒരിക്കലില്ല. ബാക്കി പറയും. പറയാം. പിന്നെയുണ്ടായ അനന്തമായ മനുഷ്യൻ്റെ വളർച്ച ഈ ജൈവ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. വ്യക്തികളിലും കുടുംബങ്ങളിലും പ്രദേശങ്ങളിലും ഇത് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. എല്ലാത്തിനും നമ്മളിതിനെ അടിസ്ഥാനപ്പെടുത്തി. എന്നുവെച്ചാൽ അതൊരു കരുണയില്ലാത്ത പ്രവൃത്തിയാണെന്നും അവന് പൂ പോലുള്ള മനസ്സാണെന്നും അത് കുറച്ച് മൃഗീയമായി പോയെന്നും ഞാനും നീയും സംസാരിച്ചത് ഈ അളവുകോൽ വെച്ചാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ജനിതകമായ ചലനരീതികളിലും ഈ വ്യത്യാസങ്ങളുണ്ടായി. മനുഷ്യൻ 2 കാലിൽ നടക്കുകയും 4 കാലുകളിൽ കൈ എന്ന് 2 പേരിടുകയും ചെയ്തു. ഈ കൈയും കാലും തലയും കൊണ്ടാണ് കോടി വർഷങ്ങളുടെ ഗതിവേഗങ്ങളിൽ നമ്മൾ പിടിച്ചു നിന്നത്. തലയിൽ ഉദിച്ച ബുദ്ധി കൊണ്ട് മനുഷ്യൻ കൈകളിൽ വാളേന്തി വളയും പിടിച്ചു. ആക്രമിക്കാൻ നമ്മൾ ഉപയോഗിച്ചത് കൈയും കാലുമായിരുന്നു. തലയും വായും ആഹാരത്തിന് പോലും മനുഷ്യൻ ഉപയോഗിച്ചില്ല. ഭക്ഷണത്തിനും വായ്ക്കുമിടയിൽ നമ്മൾ കൈകൾ ഉപയോഗിച്ചു. തല ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എണ്ണമറ്റ മൃഗങ്ങളായിരുന്നു. അങ്ങനെ ചലനരീതികളിലും മാനുഷികമെന്നും മൃഗീയമെന്നും 2 രീതികളുണ്ടായി. ചിഹ്നവൽക്കരിക്കപ്പെട്ട മാനുഷികാവസ്ഥയിൽ മനുഷ്യൻ്റെ കാഴ്ച ഈ പാരമ്പര്യമായി കാത്തുസൂക്ഷിച്ച നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് 4 കാലിൽ ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ നിൻ്റെ കാഴ്ചക്ക് പുറത്തായത്. അതുകൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് ചാകാൻ തോന്നിയത്. സത്യത്തിൽ നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്നോ? അതെ, നിങ്ങൾ ഹിന്ദു അല്ലേ? ആണെങ്കിൽ ഒരു കാര്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്താണ്? രാജ്യം അങ്ങനെയൊന്നുണ്ടോ? അതിരുകൾ, ഭാഷകൾ, എന്തിന് രൂപങ്ങൾ പോലും നമ്മളെ കൂടുതൽ ചെറുതാക്കല്ലേ?
അതിനപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്നവനാണ് വലിയ മനുഷ്യൻ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയുള്ളൂ കാര്യം. ഒരു ചായക്കടയിൽ രാവിലത്തെ വർത്താനം പോലെ ലളിതമാണത്. നമുക്ക് കൃത്യവും വ്യക്തമായൊരു സംസ്കാരമുണ്ട്. അത് സിന്ധു നദീതടത്തിലുള്ളതാണോ മീനച്ചിൽ ആറ്റിലുള്ളതാണോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ വേദങ്ങളുടെ, ഉപനിഷത്തുകളുടെ, പുരാണങ്ങളുടെ സംസ്കാരം, പാരമ്പര്യം. നമ്മളീ പുലർച്ചെ അമ്പലക്കുളത്തിലേക്ക് വിളിച്ചിട്ട് നാലമ്പലം ചുറ്റി തൊഴുതിട്ട് ചന്ദനമൊക്കെ തൊട്ടിട്ട് വീട്ടിലേക്ക് പോകുന്നൊരു സുഖമില്ലേ? എങ്ങനെ ഉണ്ടാവും? കേൾക്കാനൊക്കെ സുഖമുണ്ട്. അങ്ങനെയല്ല, ഒരു പാരമ്പര്യമുള്ള മതത്തിനും വിശ്വാസത്തിനും മുകളിലാണ് സാമ്പ്രദായിക മതങ്ങളുടെ കളി. നമുക്ക് വേറെ ഭൂമികകളില്ല. ഈ മലയും കാടും പുഴയും തന്നെയാണ് നമ്മുടെ മതം. അതെല്ലാവർക്കും കൂടി പങ്കുവെക്കണമെന്ന്. നിങ്ങൾ പറ, എന്താ അഭിപ്രായം? ഞാനെന്ത് പറയാം? സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്, ഇന്ത്യ മുസ്ലിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ കൊണ്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? ഒരു WTCയോ മുംബൈയോ കൊണ്ട് നമ്മൾ സ്വതന്ത്രരാകും? ഓരോ പ്രദേശത്ത് നമുക്ക് നേരെ നടക്കുന്ന കടന്നുകയറ്റങ്ങൾക്ക് ഒരു അമേരിക്കയോ ഇസ്രായേലോ ആണ് കാരണമെന്ന് പറയാൻ പറ്റും. വിശ്വാസത്തിനോടും വിശ്വാസികളോടും എന്തിനാണ് ഇതൊരു ശത്രുത? ലിബിയയിലും യമനിലും സിറിയയിലും ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്നില്ല. അവിടെ പുറത്തുനിന്നുള്ള ശക്തികൾ ഇല്ലെന്ന് കരുതുന്നുണ്ട്. നമ്മൾ തമ്മിലടിച്ച് മരിക്കുന്നതിൽ പുറത്തുനിന്നുള്ള ശക്തികളുണ്ട്. ഇന്ത്യ മുസ്ലിങ്ങൾ അടിമകളല്ലേ? ദൈവത്തോട് കണക്ക് പറയേണ്ടി വരുന്നു. എന്നോ ഉപേക്ഷിക്കപ്പെടേണ്ട പഴകിയ ഒരു വിശ്വാസമുള്ള ജനത നമ്മെ അടക്കി ഭരിക്കുകയല്ലേ? ഈ മതേതര ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളിത്രയും ശാന്തനായിരുന്നപ്പോഴേ എനിക്ക് തോന്നി. ഞാനത് വെറുതെ പറഞ്ഞല്ല. ക്രിസ്തുവിൻ്റെ വരവിന് 2000 വയസ്സ് കഴിഞ്ഞു. സത്യത്തിൽ സൗത്ത് ഏഷ്യയിൽ കടന്നുകയറ്റം നടത്തിയ വിഭാഗങ്ങളുടെ ശതമാനം കണക്കെടുത്താൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്? ഈ നാട് ഇത്രയും വികസിക്കാൻ കാരണം എന്താണ്? വേഷത്തിൽ, ഭാഷയിൽ, വിദ്യാഭ്യാസത്തിൽ. നമ്മുടെ നിശബ്ദതയെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. കുരിശുയുദ്ധങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും യുദ്ധങ്ങൾക്ക് സമയമുണ്ട്. ഈ മതം എന്നൊക്കെ പറയുന്നത് വലിയൊരു മണ്ടത്തരല്ലേ? നമ്മൾ പറയുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. ജീവിക്കാനിപ്പോൾ വിശ്വാസിയാവണമെന്നുണ്ടോ? നമ്മുടെ ഇന്ത്യൻ ദൈവങ്ങളെയൊന്നും പുറത്താർക്കും അറിയില്ല. മറ്റെല്ലാ ദൈവങ്ങളും വേറെ ഏതോ സ്ഥലത്തു നിന്ന് വന്ന പോലെ. യുക്തിയില്ലാത്തൊരു ജീവിതം വലിയൊരു മണ്ടത്തര. യുക്തിയിൽ അധിഷ്ഠിതമായൊരു പൊതുബോധം അതല്ലേ വേണ്ടത്? നീ എന്തൊക്കെയാ പറയുന്നത്? യുക്തിയിലധിഷ്ഠിതമായ പൊതുബോധം അതാ വേണ്ടത്. പക്ഷേ
നമ്മുടെ ഈ പരമ്പരാഗത ദൈവങ്ങളൊക്കെ എന്ത് ചെയ്യും?